ഓക്കെ, MCA, ഇതിൽ ഇപ്പോൾ അമേരിക്കയുടെ നിലപാട് എന്ന് പറയുന്നത് നമുക്കറിയാം. ഹോർമുസ് കടലിടുക്കിൻ്റെ പല ഇടങ്ങളിലായി കടലിൽ തന്നെ ബോംബുകൾ നിക്ഷേപിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ ഉണ്ടല്ലോ. അത് തിരിച്ചെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടി അമേരിക്കയുടെ പടക്കപ്പലുകൾ അങ്ങോട്ടേക്ക് എത്തും എന്നുള്ള വാർത്തകളും ഉണ്ടായിരുന്നു. അങ്ങനെ വന്നൊരു കപ്പലിനെയാണ് മടക്കി അയച്ചത് എന്നുള്ള വാർത്തകൾ കൂടിയൊക്കെ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അമേരിക്ക ഇപ്പോൾ പറയുന്നത് എന്താണ്? ഹോർമുസിൽ വളരെ സ്വതന്ത്രമായി പോകാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാക്കണം, അതിന് ഇറാൻ കീഴടങ്ങണം, ഇറാൻ പുറകോട്ട് പോകണം, മറ്റ് അതിനെ പ്രതിരോധിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അത് വേണ്ട എന്ന തരത്തിലുള്ള ചിന്തകൾ ഇറാന്റെ ഭാഗത്തുനിന്ന് വേണ്ട എന്നാണോ പറയുന്നത്? അമേരിക്കയുടെ സ്റ്റെപ്പ് എന്താണ് ഈ കേസ്? ഈ കാര്യത്തിൽ ഏറ്റവും സങ്കീർണമായത് നാവിക ഉപരോധമാണ് ഇപ്പോൾ അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം വളരെ ശക്തമായിട്ടുള്ള ഒരു യുദ്ധപ്രഖ്യാപനം തന്നെയായിട്ട് ഇത് മാറാനുള്ള സാധ്യതയുണ്ട്. കാരണം അന്തർദേശീയ സമുദ്രത്തിൽ ആഗോള സ്വഭാവത്തിലുള്ള ആ സമുദ്രത്തിലേക്ക് ഈ ചുങ്കം കൊടുത്തുകൊണ്ടാണ് കപ്പലുകൾ പോകുന്നതെങ്കിൽ അതിൻ്റെ സുരക്ഷ വലിയ ഒരു വെല്ലുവിളിയായിട്ട് മാറുമെന്നാണ് ട്രംപ് തന്നെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും കപ്പലുകൾക്ക് ഇപ്പോൾ ഈ പിന്നിട്ട ദിവസങ്ങളിലൊക്കെ അങ്ങനെ ഇന്ത്യയിലൊക്കെ നിരവധി വാതകവും ഇന്ധനവും കയറ്റിയുള്ള നിരവധി കപ്പലുകൾ വന്നിരുന്നു. പക്ഷെ അത്തരം കപ്പലുകൾക്ക് പോലും ഇനി ഹോർമസിലേക്ക് വരാൻ അനുമതി ഉണ്ടാവുമോ? ഇറാനെയും പേടിക്കണം, അതോടൊപ്പം തന്നെ അമേരിക്കയെയും പേടിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഫലത്തിൽ രൂപപ്പെട്ടിരിക്കുന്നത്. ഇത് എത്ര കാലം തുടരും? ഇത് കൂടുതൽ തീക്ഷ്ണമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുമോ? കാരണം ഈ ഹോർമസ് കപ്പൽ പാതയിൽ അവിടെ മൈനുകൾ നിക്ഷേപിച്ചതായിട്ടും അത് നീക്കം ചെയ്യാനാണ് UK ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളുടെയും സഹായം അവരുടെ പടക്കപ്പലുകളോട് ഇങ്ങോട്ട് പുറപ്പെടാൻ ട്രംപ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ പടക്കപ്പലുകൾ ഒരു നിലയ്ക്കും അവരെ ഈ ഹോർമസിന്റെ ഭാഗത്തേക്ക് അടുപ്പിക്കുകയില്ല എന്ന IRGCയുടെ ശക്തമായിട്ടുള്ളൊരു വാണിംഗ് നിലനിൽക്കുകയാണ്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ മൈനുകൾ നീക്കം ചെയ്യുകയോ എന്തിൻ്റെ പേരിലായാലും അത്തരം കപ്പലുകൾ മേഖലയിലേക്ക് വരുമ്പോൾ സംഘർഷം വീണ്ടും മൂർച്ഛിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് നയതന്ത്ര പ്രശ്നപരിഹാരം തന്നെയാണ് ഏറ്റവും അഭികാമ്യം. അതിനുവേണ്ടി എല്ലാവരും മുൻകൈ എടുക്കണമെന്ന് റഷ്യയും ചൈനയും ആവശ്യപ്പെടുന്നത് ഈ പ്രായോഗികമായിട്ടുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ്. അതല്ലാത്ത ഘട്ടത്തിൽ ഇപ്പോൾ അമേരിക്കൻ പടക്കപ്പൽ ആക്രമിക്കപ്പെടുന്ന ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ അതോടുകൂടി ഈ 2 ആഴ്ചക്കാലത്തെ വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ട് തന്നെ ഇറാന് നേരെ കൂടുതൽ ആക്രമണം ഉണ്ടാവും. ഇന്നിപ്പം ട്രംപ് നടത്തിയിരിക്കുന്ന വളരെ പ്രകോപനപരമായിട്ടുള്ള ചില വാക്കുകൾ, ചില പരാമർശങ്ങൾ കൂടിയുണ്ട്. ഇറാനെ വേണമെങ്കിൽ ഒരൊറ്റ ദിവസം കൊണ്ട് താൻ തൻ്റെ കൈക്കലാക്കും എന്നതുൾപ്പെടെയുള്ള നിരന്തരം ട്രംപ് ഇത്തരം വാക്കുകളും താക്കീതുകളും നൽകിക്കൊണ്ടിരിക്കുന്നതാണ്. എങ്കിൽ പോലും ഒരു പ്രധാനപ്പെട്ട രാജ്യത്തിൻ്റെ തലവൻ ഇത്രയും പ്രകോപനപരമായിട്ടുള്ള പ്രയോഗങ്ങളും പരാമർശങ്ങളുമാണ് ഏറ്റവും അവസാനവും തൻ്റെ സമൂഹ മാധ്യമത്തിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഡിപ്ലോമസി എന്നത് ഇനിയും തുടരാൻ തങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് ഇസ്ലാമാബാദ് ചർച്ച പരാജയപ്പെട്ട് തിരിച്ചു പോകുന്ന ഘട്ടത്തിലും JD വാൻസ് ഉൾപ്പെടെയുള്ളവർ ഉറപ്പ് നൽകിയിരുന്നു. ഇറാനും അത് തന്നെയാണ് പറഞ്ഞത്. യുദ്ധവും തങ്ങൾക്ക് റെഡിയാണ്, അതോടൊപ്പം തന്നെ നയതന്ത്രം വേണമെങ്കിൽ അതും തങ്ങൾ റെഡിയാണ് എന്ന് വ്യക്തമാക്കിയിരുന്നു. പക്ഷേ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ഡിപ്ലോമസി എന്നത് എത്ര കണ്ട് മുന്നോട്ട് പോകും? ഏതെങ്കിലും അർത്ഥത്തിലുള്ള പ്രശ്നപരിഹാരം ഉണ്ടാകുമോ? ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് പുടിൻ അല്പം മുമ്പ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനുമായിട്ട് ടെലിഫോണിൽ സംസാരിച്ചിരുന്നു. പ്രതിസന്ധി തീർക്കാൻ താൻ വേണമെങ്കിൽ രംഗത്തിറങ്ങാമെന്ന് പുടിൻ ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇറാൻ പ്രസിഡന്റിന്. പക്ഷേ അത്തരം സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ അമേരിക്കയ്ക്ക് താല്പര്യമില്ല. വെനിസുല മാതൃകയിൽ ഇറാനെ പൂർണ്ണമായിട്ടും കൈപ്പിടിയിൽ ഒതുക്കുകയും എന്നിട്ട് അതിൻ്റെ എണ്ണ അമേരിക്കൻ താല്പര്യങ്ങൾ വേണ്ടി വിനിയോഗിക്കുക എന്നൊരു വലിയ ലക്ഷ്യമാണ് ഇപ്പോൾ ട്രംപ് മുന്നിൽ കാണുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പക്ഷേ അതിനോട് അതിശക്തമായി തന്നെ തങ്ങൾ ചെറുക്കുമെന്ന് കൂടി ഇറാൻ നേതൃത്വം, ഇറാൻ സേന മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതുകൊണ്ട് ഇസ്ലാമാബാദ് ചർച്ച പരാജയപ്പെട്ടുവെങ്കിൽ പോലും ഈ 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന വെടിനിർത്തലിന്റെ ഭാവിയും അതോടൊപ്പം തന്നെ ഇനിയുള്ള നയതന്ത്ര നീക്കങ്ങളും സംബന്ധിച്ച വളരെ അവ്യക്തതയാണ് ഈ ഘട്ടത്തിലും തുടരുന്നത്. മഹേഷ്, ഓക്കെ, ഒരു കാര്യം കൂടി MCA, ഇപ്പം ഇസ്രായേൽ അവരുടെ സൈനികരോട് സജ്ജരാകണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഞങ്ങൾ എന്തിനും തയ്യാറാണെന്ന് അമേരിക്ക ഒരു വശത്ത് പറയുന്നു. ഇറാൻ അതിന് കൃത്യമായ മറുപടിയിലേക്ക് പോകുന്നു. അപ്പോൾ മേഖലയിലാകെ സംഘർഷം വീണ്ടും വ്യാപിക്കാനുള്ളൊരു സാധ്യത അത് സ്വാഭാവികമായി നമ്മൾ മുന്നിൽ കാണുന്നുണ്ടല്ലോ. സൈനിക സജ്ജീകരണങ്ങൾ ഇസ്രായേലിന്റെ ഒരു താല്പര്യങ്ങൾ മാത്രമായിരുന്നു ഈ യുദ്ധം പോലും. കാരണം യൂറോപ്യൻ രാജ്യങ്ങളും പല രാജ്യങ്ങളും വ്യക്തമാക്കുന്നത് ഇത് അമേരിക്കയുടെ പോലും താല്പര്യമില്ല. ഈ മേഖലയിൽ തങ്ങൾക്ക് ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു വെല്ലുവിളിയായിട്ട് ഇറാൻ മാറുമോ, ഏതെങ്കിലും അർത്ഥത്തിൽ ഇറാൻ ആണവായുധം സ്വന്തമാക്കുമോ എന്ന ആശങ്കയിൽ നിന്ന് ട്രംപിനെ പ്രേരിപ്പിച്ചുകൊണ്ട് നടത്തിയ ഒരു യുദ്ധമാണ്. ഈ യുദ്ധം നടത്താൻ വേണ്ടി നേരത്തെയും വർഷങ്ങൾക്ക് മുമ്പ് ഒബാമ ഉൾപ്പെടെയുള്ള പല അമേരിക്കൻ പ്രസിഡന്റുമാരെയും നെതന്യാഹു തന്നെ നേരിട്ട് സമീപിച്ചിരുന്നു. ആ ഘട്ടങ്ങളിൽ പ്രസിഡന്റുമാർ
നേതാക്കന്മാരൊക്കെ നിരാകരിച്ച ഒരു കാര്യം ട്രംപ് ഏറ്റെടുക്കുകയും ആ യുദ്ധത്തിലേക്ക് രംഗത്തിറങ്ങുന്ന ഒരു സാഹചര്യമാണ് രൂപപ്പെട്ടത്. ഇന്നിപ്പം വൈകിട്ട് നെതന്യാഹു തന്നെ വ്യക്തമാക്കുന്നത് ഈ മേഖലയിൽ ഇറാനെ അതിശക്തമായി തന്നെ തങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരു ആക്രമണം പുനരാരംഭിക്കാൻ ഇസ്രായേൽ തയ്യാറാണ്. ഈ മേഖലയിൽ ഒരു നിലയ്ക്കുള്ള മറ്റൊരു ശക്തിയെയും വളരാൻ അനുവദിക്കുകയില്ല എന്ന അർത്ഥത്തിലുള്ള പ്രകോപനപരമായിട്ടുള്ള പ്രതികരണങ്ങളാണ് നെതന്യാഹുവിൻ്റെയും ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സൈന്യത്തോട് സജ്ജമായി നിൽക്കാനും ഏത് ഘട്ടത്തിലും ആക്രമണം ഇറാനുമേൽ പുനരാരംഭിക്കുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടി നെതന്യാഹു നൽകുന്നുണ്ട്. അപ്പോൾ ഈ സ്ഥിതിഗതികൾ ആ അർത്ഥത്തിൽ ഇപ്പം യുദ്ധസന്നാഹങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു, അതോടൊപ്പം തന്നെ വളരെ പ്രകോപനപരമായിട്ടുള്ള പ്രതികരണങ്ങൾ തുടരുന്നു. പക്ഷേ ഈ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള നീക്കങ്ങൾ ഏതെങ്കിലും അർത്ഥത്തിൽ നടന്നിട്ടില്ല എങ്കിൽ സ്ഥിതിഗതികൾ കൂടുതൽ സംഘർഷപൂർണ്ണമാകുമെന്ന ഒരു വിലയിരുത്തലാണ് പൊതുവെ രൂപപ്പെട്ടിരിക്കുന്നത്. മഹേഷ്. ഓക്കെ, MC നാസറാണ് വിവരങ്ങൾ നൽകുന്നത്.